ഈശ്വര, ആനക്ക് ഈ വഴിയൊക്കെ കയറി വരാനുള്ള സമയമുണ്ടോ? എന്റെ അമ്മച്ചി, ഈശ്വര, ഈ ചെക്കന്റെ മസില് ചുമ്മാതല്ലടേ. ഇവനെങ്ങോട്ടായി പോണത് ദൈവത്തിനറിയാം. എനിക്ക് പോയാ മതി, പക്ഷെ എന്റെ മസ്കിൾസ് ആകെ മൊത്തം ഇളകി. കുഴപ്പമില്ല ദൈവമേ. വഴി കാണുന്നില്ലടേ, ഇവിടെ വഴി ഇല്ലടേ. ഇവൻ എവിടേക്കൊക്കെയോ തിരിച്ചോണ്ട് പോണു. നീ വാട്ടർഫോൾസ് ക്രോസ് ചെയ്യണോ? പുഴ ക്രോസ് ചെയ്യണോ? നീ എവിടെങ്കിലും അടക്കണേ കഥ. ഈ ഏജിലാണ് നമുക്ക് ഇതൊക്കെ ഓഫ് റോഡാണ് മനസ്സിലാവണം. ചെറുപ്പത്തിൽ ഇതെല്ലാം നമ്മള് വീട്ടിലോട്ട് വഴിയായിരുന്നു. സത്യം. അടച്ചോട്ടെ. പണ്ട് പെട്രോൾ ജീപ്പ് ഓർക്കുന്നുണ്ടോ? അതിന്റെ നിക്കട്ടെ ഒരു മിനിറ്റ്. പറ. പെട്രോൾ ജീപ്പ് കണ്ടോ? കണ്ട് ഫ്രണ്ടില് ക്യാൻ വെച്ചിട്ട് അതിൽ ഞാൻ കയറിട്ടുണ്ട് കേട്ടോ. എന്റെ അങ്കിൾക്ക് ഉണ്ടായിരുന്നു. I really want to buy a jeep here. I really want to buy it. എനിക്കിത് കണ്ടപ്പോ ഒരു ഇഷ്ടം. എന്റെ അമ്മോ, അത്രക്കുള്ള ജോർജ് കിട്ടിയില്ല. ഒരുപാടൊന്നും വേണ്ട. എന്നാലും എത്ര വേണ്ടി വരും? ഒരു 4x4 എടുക്കാൻ എത്ര വേണം നീ പറ. എനിക്കറിയില്ല. അയ്യോ, വണ്ടി വാങ്ങിക്കണ്ടേ ആദ്യം? പഴയ മേടിച്ചാൽ പഴയക്ക് 2 ലക്ഷം. പണ്ടത്തെ വണ്ടികളാണ് ഏറ്റവും നല്ലത്. അതാ പഴയ വണ്ടി വെച്ചാൽ 2 ലക്ഷം. സാധനങ്ങൾ കുറവാ. അതിനൊരു 2 ലക്ഷം എങ്കിലും കൊടുക്കണ്ടേ? രണ്ടിലൊന്നും കിട്ടും. അതാ പറഞ്ഞത്. 10 എടുക്കണമെങ്കിൽ 5-6 രൂപ കൊടുക്കും. അതാ 5 രൂപ അതിന് പോയി. ബാക്കി 5 ലക്ഷം പണിയാനും. അപ്പൊ 6-7 ലക്ഷം പോയി കിട്ടൂലേ? വേണ്ട, ഞാൻ അതിന് തായ്ലാൻഡിൽ പോയിക്കോളാം. ഓഫ് റോഡ് അല്ല, ഓഫ് റോഡ് എനിക്ക് ആരുടെങ്കിലും വണ്ടിയിൽ കയറി പോവാം. തായ്ലാൻഡ് അങ്ങനെയല്ലല്ലോ, വല്ലവരുടെ വണ്ടി കയറി പോകാൻ പറ്റില്ലല്ലോ. ഈശ്വര, ആനച്ചേട്ടാ വരുവോ? നമ്മുടെ ഈ നാട് വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഓഫ് റോഡ് എന്ന് പറഞ്ഞാൽ കൂടുതലും മഡാണ്. എനിക്ക് ഡെസേർട്ട് സഫാരി പോണെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ഇതുവരെ പോയിട്ടില്ല. ദുബായിക്ക് എടാ നിങ്ങളൊക്കെ പറയും ചുമ്മാ. എനിക്കൊരു ചെറിയ സ്റ്റോറി ഉണ്ട്, അത് എനിക്ക് ചുമ്മാ കയറാൻ പറ്റൂല. അങ്ങനെയല്ല, നോട്ട് അബൌട്ട് എ കൺട്രി, പേഴ്സണൽ സ്റ്റോറി. അതുകൊണ്ട് എനിക്ക് അങ്ങനെ കണ്ണടച്ചൊന്നും കയറി ചെല്ലാൻ പറ്റില്ല. ഇപ്പോഴേ ഞാൻ ഈ കണ്ണടച്ച് വന്നതിന് എന്തോരം ആലോചിച്ചിട്ടാന്നറിയോ? സത്യം. ഞാൻ കണ്ടു വണ്ടിയൊക്കെ മലക്കം മറിഞ്ഞെന്ന് പറഞ്ഞു. പെട്രോളില്ലേ?